അതീവ നിർണായകമായിട്ടുള്ള ഒരു 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 സംഭവ വികാസം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് യുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു സംഭവ വികാസം തന്നെയാണ്. ഈ തുർക്കി എയർ സ്പേസിലേക്ക് ഇറാനിൽ നിന്ന് വരുന്ന ഒരു ബലസ്റ്റിക് മിസൈൽ തുർക്കി എയർ സ്പേസിലേക്ക് അത് തൊടുത്തുവിടുകയും ഒപ്പം തന്നെ നാറ്റോയുടെ എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം അത് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്തതായി തുർക്കി പ്രതിരോധ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് വളരെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. കാരണം തുർക്കി ഈ ഒരു വിഷയത്തിൽ ന്യൂട്രലായിട്ടുള്ളൊരു സ്റ്റാൻഡ് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. നാറ്റോ രാജ്യമാണ്, ഇറാനുമായിട്ടും ഒരു സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ഇതുവരെ US ബേസസ് അവിടെ തുർക്കിയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇറാൻ തുർക്കിയിലേക്ക് ഒരു ആക്രമണം നടത്തിയില്ല. പക്ഷേ ഇപ്പോഴിതാ ഇറാഖിൻ്റെയും സിറിയയുടെയും എയർ സ്പേസിലൂടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് ഇറാൻ തുർക്കിയിലേക്ക് നടത്തിയിരിക്കുന്നു. പക്ഷേ അത് വിജയകരമായിട്ട് നാറ്റോയുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ അത് പ്രതിരോധിച്ചിരിക്കുന്നു. അത് വന്ന് ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല, പക്ഷേ അത് ശക്തമായിട്ട് അത് പ്രതിരോധിച്ചിരിക്കുന്നു. അപ്പോൾ തുർക്കി എയർ സ്പേസിലേക്ക് ഇറാന്റെ ഒരു ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വിടുകയാണ്. തുർക്കി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. അപ്പോൾ വാർത്ത അത് നമുക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് വളരെ ഗൗരവമേറിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തുർക്കി നാറ്റോ രാജ്യം, അമേരിക്കയുടെ എയർ ബേസുകളുണ്ട്, പക്ഷേ സൈനിക ബേസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ ഇറാൻ അങ്ങോട്ടേക്ക് ഒരു അറ്റാക്കിന് മുതിർന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ മുതിർന്നിരിക്കുന്നു എന്നൊരു വാർത്ത വന്നിരിക്കുകയാണ്. ഇറാനുമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന, ഈ വിഷയത്തിൽ ന്യൂട്രലായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന രാജ്യമായിരുന്നു തുർക്കി. പക്ഷേ തുർക്കിയുടെ എയർ സ്പേസിലേക്ക് ഇറാനിൽ നിന്ന് വന്ന 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഫലപ്രദമായി പ്രതിരോധിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർ അപ്ഡേറ്റ് ഈ ഒരു ഘട്ടത്തിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്.